അല്ല, ഇതിപ്പോ ടേബിൾ ടോപ്പിലുള്ള ഓരോ ടീമും തോറ്റുകൊണ്ടിരിക്കുകയാണല്ലോ. ആദ്യം പഞ്ചാബ് തോറ്റ്, അത് കഴിഞ്ഞ് RCB തോറ്റ്, ഇപ്പം RRും തോറ്റ്. ഇനിയിപ്പോൾ SRH ആണോ തോക്കാൻ പോകുന്ന അടുത്ത മാച്ച്, അറിയില്ല കേട്ടോ. പ്രത്യേകിച്ച് ഇന്ന് 225 റൺ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു RR, പക്ഷെ എന്നിട്ടും 5 ബോൾ ബാക്കി നിൽക്കി 276 റൺസ് എടുത്തിട്ട് DC ജയിച്ചിരിക്കുകയാണ്. ഇപ്പൊ അടുത്തൊന്നും മാച്ചസ് ഒന്നും ജയിക്കാത്ത ടീമാണ് ശരിക്കും DC. കുറച്ച് ഈവൻ പഞ്ചാബിന്റെ കൂടെ 264 റൺസ് എടുത്തിട്ട് പോലും അന്ന് ജയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സ്ഥലത്താണ് ഇന്ന് ചേസിങ്ങിലൂടെ 225 റണ്ണ്. കാരണം 180, 170 ഒക്കെ പോലും ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന DCക്ക് ഇന്ന് 225 റൺ എന്നുള്ളത് പുഷ്പം പറിക്കുന്ന പോലെ ഈസി ആയിട്ട് കളി ജയിക്കുകയും ചെയ്തു. DC ജയിച്ചതിൻ്റെ അകത്ത് നിർണായക പങ്ക് വഹിച്ച് നമ്മുടെ KL രാഹുലും പതും നിസ്സംഗ ആട്ടോ. അവരുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ശരിക്കും കളി ജയിക്കാൻ വേണ്ടിയിട്ട് ഈസി ആക്കി കൊടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ മിച്ചൽ സ്റ്റാർക്ക് കുറച്ചാലായിട്ട് ടീമിൽ ഉണ്ടായിരുന്നില്ല, ഇപ്പം തിരിച്ചെത്തിയേക്കാണ്. ആള് വന്നിട്ട് ആ ഒരു കോൺട്രിബ്യൂഷൻ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 3 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 3 ഏകദേശം ഇമ്പോർട്ടന്റ് വിക്കറ്റ് തന്നെയാണ്. ടോസ് കിട്ടി RR ഫസ്റ്റ് ബാറ്റിംഗ് തന്നെ തെരഞ്ഞെടുത്തു കേട്ടോ. എനിക്ക് തോന്നുന്നു സ്വന്തം ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പം ആ ഒരു ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും, ഒന്ന് അടിച്ച് തൂക്കാന്നായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ കളി കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ബാറ്റിംഗിൽ ഇറങ്ങിയ സമയത്ത്. ഫസ്റ്റ് ഓവറിൽ തന്നെ ജയ്സ്വാലും പോയി, അടുത്ത ഓവറിൽ വൈഭവ് സൂര്യവംശിയും പോയി. ഫസ്റ്റത്തെ വിക്കറ്റ് എടുത്തത് നമ്മളെ മിച്ചൽ സ്റ്റാർക്ക് ആണെങ്കിൽ രണ്ടാമത്തെ വൈഭവ് സൂര്യവംശിയുടെ വിക്കറ്റ് എടുത്തത് ജെമിസനും ആയിരുന്നു. ആ 2 വിക്കറ്റ് 12 റണ്ണിനുള്ളിൽ 2 വിക്കറ്റ് പോയപ്പോൾ തന്നെ ഏകദേശം RR ഒന്ന് ഈ ബാറ്റിംഗ് തിരഞ്ഞെടുക്കണമായിരുന്നു എന്നുള്ളൊരു ഡൗട്ട് തോന്നുന്ന രീതിയിലുള്ളൊരു ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും RRന് ഒരു മികച്ച തുടക്കം കൊടുക്കുന്ന ആ ഒരു ഓപ്പണേഴ്സ് ആണ്. അപ്പൊ അവിടെ തന്നെ കളി കയ്യിൽ നിന്ന് പോയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അത്ര വേഗമൊന്നും കളി വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് RR പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ധ്രുവ് ജുറയിലും അതുപോലെ തന്നെ റിയാൻ പരാഗും വന്ന ഒരു 102 റണ്ണിന്റെ ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു ലെങ്തി പാർട്ട്ണർഷിപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെയാണ് ശരിക്കും RRന്റെ ഒരു കംബാക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ 114 റൺസ് ആകുമ്പോഴേക്കും നമ്മുടെ ധ്രുവ് ജുറയിൽ ഔട്ടായി. 30 ബോളിൽ 42 റൺസ് എടുത്ത് 4 4 ഒരു 6 അടിച്ച് നിൽക്കുന്ന ജുറയിലിനെ വിക്കറ്റിന് മുന്നിൽ കുടിക്കുക നമ്മുടെ അക്ഷർ പട്ടേലായിരുന്നു. ആള് ശരിക്കും എനിക്ക് തോന്നിയിരിക്കണം ജുറയിലിന്റെ ഇന്നിങ്സ് എപ്പോഴും ആരെങ്കിലും ഒരു നല്ല പ്ലെയർ ഒരു സൈഡിൽ നിന്ന് അടിച്ച് കളിക്കുന്നുണ്ടാവും. അതായത് വെടിക്കെട്ടായിരിക്കും. ആ വെടിക്കെട്ടിന്റെ ഇടയിൽ ഈ നമ്മുടെ വാഴ നനയുന്നതിന്റെ ഇടയിൽ ചീര നനയാന്ന് പറയില്ലേ, അതുപോലെയാണ് ശരിക്കും ജുറയിലിന്റെ കുറെ ഇന്നിങ്സുകൾ ഞാൻ കണ്ടേക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഇന്നിങ്സ് മാത്രമേ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ ആളൊറ്റക്ക് വന്ന് കളിച്ച് കളി മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ അല്ലാത്ത ഒരുവിധം മാച്ചിലൊക്കെ ഈ ഒരു അവസ്ഥയാണ്. അതായത് ഒരാൾ നല്ലോണം അടിക്കുന്നുണ്ടാവും, അതിന്റെ ഇടയിൽ ചുളിവിലൂടെ ഒരു 50 ഒക്കെ ആൾ അടിക്കാറുണ്ട്. പക്ഷെ ഇന്ന് 50 എത്താൻ പറ്റിയില്ല. ഒരു സൈഡിൽ നിന്ന് നമ്മുടെ പരാഗ് വെടിക്കെട്ട് അടിയായിരുന്നു കേട്ടോ. 50 ബോളിൽ 90 റൺസ്, അതും 8 4ഉം 5 6 ഒക്കെ അടിച്ചിട്ട് വെടിക്കെട്ട് അടിയായിരുന്നു. ആ വെടിക്കെട്ടിന്റെ ഇടയിൽ നമ്മുടെ രവീന്ദ്ര ജഡേജ വന്ന ആ ഒരു പാർട്ട്ണർഷിപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്ത് ഏകദേശം 50-ന് മേലുള്ളൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മിച്ചൽ സ്റ്റാർക്ക് തന്നെ ജഡേജനെയും പരാഗിനെയും ഔട്ടായി. പിന്നെയാണ് നമ്മുടെ കഴിഞ്ഞ കളിയിലെ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള ഫെരേരയും ശുഭൻ ഡൂബയും വന്നത്. അതിൽ ശുഭൻ ഡൂബയ്ക്ക് അധികം നിൽക്കാൻ പറ്റിയില്ല, പക്ഷെ നമ്മളെ ഫെരേര അടിച്ചെന്നെ കളിച്ചിട്ടോ. കഴിഞ്ഞ കളിയിൽ എവിടെയാണോ നിർത്തിയത് അതിന്റെ ബാക്കി എന്നുള്ള രീതിയിലായിരുന്നു ഈ മാച്ചിൽ കളിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. 14 ബോളിൽ 47 റൺസാണ് ആൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 2 4ഉം 6 6 ആയിരുന്നു ആളുടെ ഒരു കോൺട്രിബ്യൂഷനിൽ ഉണ്ടായിരുന്നത്. അതായത് മാക്സിമത്തിലായിരുന്നു കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരുന്നത്. ഡിസിയുടെ ബോളിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അക്ഷർ പട്ടേലിനെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ എക്കണോമി പിടിച്ചുകൊണ്ട് 10-ൽ താഴെ പിടിച്ചുകൊണ്ട് ബോൾ എറിഞ്ഞിട്ടുണ്ടായിരുന്നത്. 4 ഓവറിൽ 39 റൺസ് കൊടുത്ത് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. DC ടീമിലോട്ട് തിരിച്ചെത്തിയ മിച്ചൽ സ്റ്റാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്തു. 4 ഓവറിൽ 40 റൺസ് വിട്ടുകൊടുത്തിട്ട് 3 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കുൽദീപ് യാദവ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്തു, പക്ഷെ വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ജെമിസൺ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു, പക്ഷെ വിക്കറ്റ് എടുത്തത് അത്രയും ഇമ്പോർട്ടന്റ് വിക്കറ്റ് ആയതുകൊണ്ട് അധികം ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ സൂര്യവംശിയുടെ വിക്കറ്റാണ് ആൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ നടരാജൻ ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ 4 ഓവറിൽ 50-ന് മേലെ റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളെ ഭാഗത്തുനിന്നായിരുന്നു ഒരു 50 കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ശരിക്കും ഇന്നത്തെ മാച്ചിൽ ഒരു 180, 160, 170 ആ റേഞ്ചിലായിരുന്നു ശരിക്കും RRന്റെ ഫസ്റ്റ് ബാറ്റിൽ നിൽക്കേണ്ടിയിരുന്നത്. പക്ഷെ നമ്മുടെ ഫെരേര ആ ഒരു അടി അടിച്ചുകൊണ്ടാണ് ശരിക്കും 225 സ്കോറിലോട്ട് RR എത്തിയത്. ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു 180, 160, 170 ആ റേഞ്ചിൽ മാത്രമേ കളി ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ശരിക്കും RRന് ഇപ്പോൾ ആ ഒരു ടോപ്പ് ഓർഡർ പോകുന്ന സമയത്തും മിഡിൽ ഓർഡേഴ്സും അതുപോലെ തന്നെ ഫിനിഷേഴ്സും കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കുന്നുണ്ട്. ടോപ്പ് ഓർഡർ കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, സ്കോർ അത്രയും ഷൂട്ട് ചെയ്ത് തന്നെ പോകും. ചേസിംഗ് ഇറങ്ങി DC ഫുള്ളി പ്ലാൻഡ് ആയിട്ട് വന്നു പോലെ കേട്ടോ ഫീൽ ചെയ്തത്. കാരണം KL രാഹുലും പതും നിസ്സംഗയും സ്റ്റാർട്ടിംഗ് തൊട്ട് തന്നെ അടിയോടടിയായിരുന്നു. അതിൽ പതും നിസ്സംഗ ആയിരുന്നു വെടിക്കെട്ടായിട്ട് അടിച്ചുകൊണ്ടിരുന്നത്. കാരണം KL രാഹുൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ആൾ അടിക്കുന്ന ആ ഒരു സ്റ്റൈലും സംഭവങ്ങളൊക്കെ. ഇടയ്ക്കിടയ്ക്കൊക്കെ ആൾ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തും കുറച്ച് റൺസൊക്കെ എടുക്കാൻ നോക്കുന്നില്ലായിരുന്നു. പക്ഷേ പതും നിസ്സംഗയാണ് ബോൾ നിലത്ത് നിർത്താണ്ട് അടിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു. 33 ബോളിൽ 62 റൺസാണ് ആൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 6 4ഉം 3 6 അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓപ്പണിംഗ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് 110 റൺസിൽ എത്തിയപ്പോഴാണ് ശരിക്കും നമ്മുടെ പതും നിസ്സംഗ ഔട്ടായത്. ആ ഒരു സമയത്ത് തന്നെ ഏകദേശം കളി ജയിച്ച ഒരു മട്ടിലായിരുന്നു കേട്ടോ. കാരണം അറിയാലോ, കാരണം ആ ഒരു എപ്പോഴും ഒരു ഗംഭീര തുടക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കളി എന്തായാലും ജയിക്കാൻ പറ്റുന്നുള്ള ഒരു കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളെ പതും നിസ്സംഗന്റെ ആ വിക്കറ്റ് എടുത്ത രവീന്ദ്ര ജഡേജായിരുന്നു. അതായത് അത്രയും നേരം മറ്റുള്ള ബോളേഴ്സിനൊക്കെ നല്ല അടി കിട്ടിയ സമയത്ത് രവീന്ദ്ര ജഡേജനെ കൊണ്ടുവന്നിട്ട് ആ ഒരു വിക്കറ്റ് എടുത്ത് ഒരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പതും നിസ്സംഗ പോയാൽ എന്താ, KL രാഹുൽ അവിടെ ഉണ്ടല്ലോ. അതുകൂടാണ്ട് KL രാഹുലിന് കിടിലം പാർട്ട്ണർഷിപ്പാണ് കഴിഞ്ഞ മാച്ചിൽ നമ്മുടെ പഞ്ചാബിന്റെ കൂടെ നമ്മുടെ നിതീഷ് റാണ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതന്നെ ഇന്ന് വീണ്ടും സംഭവിച്ചു. 60 മേനെയുള്ള ഒരു പാർട്ട്ണർഷിപ്പ്, രണ്ടുപേരും അടിയായിരുന്നു. അത് KL രാഹുൽ അടിക്കുന്നതിന്റെ ഇച്ചിരി കൂടി കൂടുതൽ എന്നുള്ള ഒരു അടിയിലായിരുന്നു ശരിക്കും നമ്മുടെ നിതീഷ് റാണ അടിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. 17 ബോളിൽ 33 റൺസ്, അതായത് 2 4ഉം 3 6 ഒക്കെ അടിച്ചിട്ട് വെടിക്കെട്ടായിരുന്നു നിതീഷ് റാണ ഭാഗത്തുണ്ടായിരുന്നത്. ആ ഒരു പാർട്ട്ണർഷിപ്പും
നല്ല രീതിയിൽ പോയതുകൊണ്ട് തന്നെ കളി കുറച്ചും കൂടി ഈസി ആയിട്ട് വന്നു. കാരണം 167 റൺസിലോട്ട് എത്തിയപ്പോൾ പിന്നീട് അങ്ങോട്ട് അത്ര അതില്ല ജയിക്കാൻ വേണ്ടിയിട്ട്. ഇനിയും വിക്കറ്റുകൾ കുറെ കയ്യിലുണ്ട്. പക്ഷെ പാർട്ട്ണർ പോയതുകൊണ്ടാണെന്ന് അറിയില്ല, നിതീഷ് റാണ ഔട്ടായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ KL രാഹുൽ ഔട്ടായി. 40 ബോളിൽ 75 റൺസാണ് ആണ് എടുത്തത്. 6 4ഉം 5 6ഉം അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇറങ്ങിയ നമ്മുടെ DC-യുടെ ഓൾ ടൈം ഫേവറേറ്റ് ഫിനിഷേഴ്സ് നമ്മളെ സ്റ്റെപ്സും അശുതോഷ് ശർമ്മയായിരുന്നു. അവർ രണ്ടുപേരും കൂടി ഇറങ്ങിയതോടുകൂടി പിന്നെ ഒന്നും നോക്കാനില്ല. കാരണം 3 വിക്കറ്റ് പോയിട്ടുള്ള 7 വിക്കറ്റ് കയ്യിലുണ്ട്. ഇനി കളി ജയിപ്പിക്കാന്നല്ലാണ്ട് വേറെ ഒന്നും നോക്കാനില്ലല്ലോ. അവരുടെ ആ ഒരു കറക്റ്റ് സ്റ്റൈലിൽ തന്നെ കളി അടിച്ച് ജയിപ്പിക്കുകയായിരുന്നു. സ്റ്റെപ്സ് 11 ബോളിൽ 18 റൺസ് എടുത്തപ്പോൾ നമ്മൾ അശുതോഷ് ശർമ്മ 15 ബോളിൽ 25 റൺസ് എടുത്ത് അവരുടെ ഒരു പാർട്ട്ണർഷിപ്പ് തന്നെ അത്യാവശ്യം 40+ മേലെ അവർ കൊണ്ടുപോയതുകൊണ്ട് തന്നെ കളി ഈസി ആയിട്ട് അവസാനത്തോടെ ജയിക്കാൻ പറ്റി. പിന്നെ എഗെയിൻ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ സീസണിലാണെങ്കിലും ഈ സീസണിലാണെങ്കിലും DC കലം ഉടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതായത് അത്രയും നേരം നന്നായിട്ട് കളിച്ചിട്ട് അവർ എന്റെ മൊമെന്റിൽ എത്തുമ്പോൾ കളി ഉടക്കാറുണ്ട്. ആ ഒരു ഉടക്കലാണോ ഇന്ന് സംഭവിക്കാൻ പോകുന്നതെന്ന് തോന്നി അവർ അടുപ്പിച്ച് 2-3 വിക്കറ്റ് പോയ സമയത്ത്. പക്ഷെ അത് കഴിഞ്ഞ് ഈ ഒരു കംബാക്ക്, ഒരു 50 പാർട്ട്ണർഷിപ്പിന് അടുത്തുള്ള ഒരു കംബാക്ക് ഉണ്ടായിരുന്നല്ലോ, ആ കംബാക്കിലാണ് ശരിക്കും DC-യുടെ വിജയം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. RRന്റെ ബോളേഴ്സിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബിഷ്ണോയ്ക്കും അതുപോലെ തന്നെ ബർഗറിനും അത്യാവശ്യം നല്ല അടിയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജോഫ്ര ആർച്ചറും രവീന്ദ്ര ജഡേജയും കുഴപ്പമില്ലാത്ത രീതിയിൽ ബോൾ പറഞ്ഞ് ഓരോ വിക്കറ്റുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ബ്രിജേഷ് ശർമ്മയും അതേ എക്കണോമിനെ പിടിച്ചെങ്കിലും വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ഇന്നത്തെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നത് തുഷാർ ദേശ്പാണ്ഡെയാണ്. അത്യാവശ്യം നല്ല എക്കണോമിയിൽ ബോൾ എറിഞ്ഞതും അത് കൂടാണ്ട് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കളി അങ്ങോട്ടോ ഇങ്ങോട്ടോ മറയാവുന്ന രീതിയിലുള്ള ഒരു മാച്ച് ആയിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത്. കാരണം ജോഫ്ര ആർച്ചർ എറിയുന്നതിന് മുന്നേ വരെ കളി ശരിക്ക് DC-യുടെ കയ്യിലായിരുന്നു. പക്ഷെ എന്നാലും ആ ജോഫ്ര ആർച്ചർ എറിഞ്ഞ ആ ഒരു ഓവറിനകത്ത് കളി എഗെയിൻ RRന്റെ കയ്യിലോട്ട് എത്തുന്ന രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ ലാസ്റ്റ് ബോളിൽ, അതായത് ജോഫ്ര ആർച്ചറിന്റെ ലാസ്റ്റ് ബോളിൽ ഒരു അടി ഉണ്ടായിരുന്നല്ലോ, ആ അടിയിൽ ഒരു 4 ആണ് പോയത്. ആ 4 ശരിക്കും അവിടെ സേവ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ രവിഭീഷണായിരുന്നു അവിടെ ഏകദേശം ബൗണ്ടറി ലൈനിന്റെ അടുത്തുനിന്ന് പിടിക്കാൻ നോക്കിയത്. പക്ഷെ അത് സേവ് ആയിരുന്നെങ്കിൽ ഒന്നും കൂടി മാച്ച് ടൈറ്റ് ആയേനെ. കഴിഞ്ഞ സീസണിലൊക്കെ ഏകദേശം ഫസ്റ്റത്തെ 1-2 സ്ഥാനങ്ങളൊക്കെ ഏകദേശം കൺഫേം ആവായിരുന്നു ആരൊക്കെ പ്ലേ ഓഫിൽ എത്തുന്നുള്ള. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല കേട്ടോ. കാരണം കളി മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ജയിച്ച ടീം തോക്കുന്നു, തോറ്റ ടീം ജയിക്കുന്നു, അങ്ങനെയുള്ള കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് തന്നെ. ആരായിരിക്കും ആ ഒരു 4-ലോട്ട് എത്തുക എന്നുള്ളത് എപ്പോഴും ഡൗട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പറയാൻ പറ്റില്ല, ചില മാച്ചസിൽ ഒരു ഗംഭീര കംബാക്ക് ഒക്കെ ചില ടീമുകൾ നടത്താൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.